അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തു ആലു ഇമ്രാൻ 169 ആയത്തിൽ അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി നിങ്ങൾ മരിച്ചുപോയി എന്ന് കരുതരുത്. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ഉപജീവനം നൽകപ്പെടുന്നുണ്ട്. രുചികരമായ ഭക്ഷണം, സ്വർഗീയമായ ഭക്ഷണം അവർക്ക് നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച, പോർച്ചുഗീസുകാർക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഉന്നതനായ ഒരു രക്തസാക്ഷിയാണ് കുഞ്ഞിമരക്കാർ ഷഹീദ് വെളിയങ്കോട്. മഹാനവറുകൾ കല്യാണം കഴിച്ച് അന്നത്തെ ദിവസം മണിയറ പുൽകിയപ്പോൾ പാവപ്പെട്ട പെണ്ണുങ്ങളെ പോർച്ചുഗീസുകാർ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നുണ്ട് എന്ന വാർത്ത കേട്ട് മണിയറ വാതിൽ തുറന്ന് വാളെടുത്തുകൊണ്ട് നേരെ പോയി ഈ പോർച്ചുഗീസ് ഭീകരന്മാർക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച മഹാനാണ് അദ്ദേഹം. മഹദൂം തങ്ങളെ ശിഷ്യനായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു, ആയോധന കലകളിൽ നല്ല പ്രാവീണ്യമുള്ള ആളായിരുന്നു, മത്സ്യക്കച്ചവടം നടത്തിയ ആളാണ്. വിൽക്കലും വാങ്ങലും കൊടുക്കലുമായി വിപുലമായ രൂപത്തിൽ മത്സ്യക്കച്ചവടം നടത്തിയ മഹാനാണ്, കച്ചവടക്കാരനായിരുന്നു. ആ മഹാൻ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടി ആദ്യമായി രക്തസാക്ഷിത്വം വരിച്ചു. അതുപോലെ തന്നെ വൈദേശിക ആധിപത്യത്തിനെതിരെ പോരാടി ഒരുപാട് മഹാരഥന്മാർ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാനാണ് ആലി മുസ്ലിയാർ. ആലി മുസ്ലിയാർ ലക്ഷദ്വീപിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മലബാറിൽ പാവപ്പെട്ട സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നുണ്ട്, ആളുകൾ ആക്രമിക്കുന്നുണ്ട്, കൂട്ടക്കൊലകൾക്കും കൂട്ടബലാത്സംഗങ്ങൾക്കും ബ്രിട്ടീഷുകാർ നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ പെട്ടെന്ന് കപ്പലിൽ നാട്ടിലെത്തി ഈ വൈദേശിക ആധിപത്യത്തിനെതിരെ നേതൃത്വം കൊടുക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് കോയമ്പത്തൂരിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി കോയമ്പത്തൂരിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റി എന്നാണ് ചരിത്രം. അദ്ദേഹവും ഒരു രക്തസാക്ഷിയാണ്. അതുപോലെ തന്നെ ഈ ശുഹദാക്കളൊക്കെ അവരുടെ രക്തം ഭൂമിയിലേക്ക് വീഴുന്നതോടുകൂടി അല്ലാഹു തആല അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും എന്നാണ്, കടമൊഴികെ. അതുകൊണ്ട് അല്ലാഹു തആല ആ രക്തസാക്ഷികളുടെ ഓർമ്മകൾ നമുക്ക് കൂടുതൽ നവസാമ്രാജ്യത്വത്തിനും ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമൊക്കെ എതിരെ പടപൊരുതാൻ കൂടുതൽ കരുത്ത് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.